അവിടുത്തെ മൈനോറിറ്റി വേറെ സ്ഥലത്തെ മെജോറിറ്റി ആയിരിക്കും, ഇവിടുത്തെ മെജോറിറ്റി വേറെ സ്ഥലത്തെ മൈനോറിറ്റി ആയിരിക്കും. ഇത് മനുഷ്യന്മാരുണ്ടാക്കുന്ന ഒരു കൺസ്ട്രക്ഷനാണ്. അതിലുപരിയായിട്ട് മനുഷ്യൻ എന്നുള്ള ബയോളജിക്കൽ യാഥാർത്ഥ്യത്തെയാണ് ഞാൻ അഡ്രസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഇന്ത്യയെ അത് തന്നെയാണല്ലോ പഠിപ്പിക്കുന്നത്, ലോക സമസ്ത സുഖനോ ഭവന്തു എന്നൊക്കെ അതിനാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച്, എൻ്റെ ലോകത്തെ പറ്റിയുള്ള എൻ്റെ ഒരു ധാരണ അനുസരിച്ച്, ചരിത്രബോധം അനുസരിച്ച് ഭരണകൂടങ്ങൾക്ക് ഒന്നെങ്കിൽ നക്കിക്കൊല്ലാൻ അല്ലെങ്കിൽ കുത്തിക്കൊല്ലാനുള്ള സാധനമാണ്. പിന്നെ ഒന്ന്. അല്ലെങ്കിൽ രണ്ടാമത്തത്, മൈനോറിറ്റി എപ്പോഴും ഏത് രാജ്യത്താണെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളത് ക്രൈസ്റ്റിന് പകരം ആന്റി ക്രൈസ്റ്റിനെ ക്രൈസ്റ്റ് ആയിട്ട് തെറ്റിദ്ധരിച്ച് അതിനെ ആരാധിക്കുന്നവരാണ്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് അറിയുന്ന, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ മൈനോറിറ്റിനെ അറിയുന്ന ആളുകൾക്കും അത് കൃത്യമായിട്ട് അറിയാം. ക്രൈസ്റ്റാന്ന് വിചാരിച്ചിട്ട് ആന്റി ക്രൈസ്റ്റിനെ ആരാധിക്കുന്നവരാണ്. അപ്പൊ അതാണ് മൈനോറിറ്റിയുടെ കാര്യം. നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ മനുഷ്യനാണ്. ലോകത്ത് ഒരു മനുഷ്യനും, തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനും ശിക്ഷിക്കപ്പെടരുതെന്നും പീഡിപ്പിക്കപ്പെടരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന്റെ സമാധാനപൂർണമായ നിലനിൽപ്പിന് എതിര് നിൽക്കുന്ന എന്തും എല്ലാ ദൈവങ്ങൾക്കും എതിരാണ്, എല്ലാ മാനുഷിക മൂല്യങ്ങൾക്കും എതിരാണ്. ഇപ്പം നമ്മളെ മുന്നിലുള്ളത്, ഇപ്പൊ നമ്മളിവിടെ കൂടാൻ കാരണം ബംഗ്ലാദേശിലെ ഈ പ്രശ്നമാണ്. എനിക്ക് ഈ ബംഗ്ലാദേശിലെ പ്രശ്നം കേട്ട സമയത്ത് എനിക്ക് ഞെട്ടലൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നിങ്ങൾക്കൊക്കെ അല്ലാതെ ഞാൻ ഒരു കാലത്ത് വിദ്യാർത്ഥി ആയിരുന്ന സമയത്ത് ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ സ്ട്രോങ് ആയിട്ടുള്ള അനുഭാവിയാന്ന് ഞാൻ സ്വയം തെറ്റിദ്ധരിച്ചിരുന്ന ഒരാളാണ്. ആ സമയത്ത് പോലും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും എല്ലാ ഹിന്ദുക്കളുടെ ഒരു അവസ്ഥാവിശേഷം. കാരണം അതെൻ്റെ ഒരു കൗണ്ടറായിട്ടുള്ള എൻ്റെ ഒരു ചിന്തയായിരുന്നു. കാരണം ഞങ്ങൾ ഇവിടുന്ന് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ വളരെ ഷാർപ്പായി ചിന്തിക്കുക, അതിനെതിരെ വിമർശിക്കുകയും അതിന് കാരണക്കാരായി ആളുകളൊക്കെ എതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് അപ്പുറത്ത് രണ്ട് രാജ്യങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരികയാണ്. പക്ഷെ ഇന്ത്യയിലാണ് ന്യൂനപക്ഷങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ട് വരികയാണ്. എണ്ണം കൂടുന്നതൊക്കെ നല്ല മോശമൊന്നുമല്ല, എണ്ണം കുറയുന്നത് മോശമാണ്. പക്ഷെ ഇവിടെ ചില ആളുകൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഭയങ്കരമായിട്ട് നെഞ്ഞത്തടിച്ച് നിലവിളിക്കും. വെള്ളപ്പൊക്കം ഉണ്ടായാലും ഭൂമിയിലൊക്കെ ഉണ്ടാക്കിയാലും അതിൻ്റെയൊക്കെ പിന്നെ ചില ആളുകളാന്ന് പറഞ്ഞ് ഭയങ്കര നിലവിളിക്കും. എന്തെന്ന് തൊട്ടപ്പുറത്തുള്ള രണ്ട് രാജ്യങ്ങളിൽ ക്രിക്കറ്റ് താരങ്ങൾക്ക് പോലും അവരുടെ ദേശീയ ക്രിക്കറ്റിലുള്ള താരങ്ങൾക്ക് പോലും അവരുടെ മതം നിലനിർത്തിക്കൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതെന്തായാലും കാണാത്തത്. നിങ്ങൾ ആദ്യം ഇവിടെ ഇരുന്ന് വിമർശിക്കുമ്പോൾ ഇതേ വിമർശനം മറ്റു സ്ഥലങ്ങളിൽ ഉന്നയിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? ഞാൻ രാഷ്ട്രീയ പാർട്ടികളെ വിടാം, സോക്കോൾഡ് മതം പറയുന്ന സംഘടനകൾക്കില്ലേ, മതമാണല്ലോ ഏറ്റവും കൂടുതൽ ധാർമ്മികത പറയുന്ന ആളുകൾ, രാഷ്ട്രീയ പാർട്ടികളെ വിടാം. അപ്പൊ ഈ ധാർമ്മികതയിൽ അധിഷ്ഠിതമായ മതം പറയുന്നവർക്ക് അതില്ല എന്നുള്ള തിരിച്ചറിവാണ് ഞാൻ ഇത്തരം കാപട്യങ്ങളെ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത്. അപ്പൊ ഈ കാപട്യങ്ങൾ ആദ്യമായി തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ലോകം നന്നാവില്ല. അത് ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തി എൻ്റെ ലോകത്തെക്കാരും ഒതുങ്ങിക്കൂടാം. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്കിതൊരു പുതുമയല്ല, ഈ ബംഗ്ലാദേശിലെ കാര്യം ഒരു പുതുമയല്ല. ഞാൻ ആ ലജ്ജ എന്നുള്ള പുസ്തകം ഇറങ്ങിയ സമയത്ത് ആ പുസ്തകം വായിക്കുകയും അതിനുശേഷം അതിനെ വളരെ പറ്റിയിട്ട് പിന്നെ ഞാൻ സിവിൽ സർവീസിന് പഠിച്ച സമയത്തൊക്കെ വളരെ കൃത്യമായിട്ട് ഡാറ്റ എടുത്ത് തന്നെ പഠിക്കുകയും ചെയ്തതാണ്. ബംഗ്ലാദേശിൽ എന്ന് ഖാലിദാസിയയുടെ കയ്യിൽ നിന്ന് പിന്നെ ഇവര് ഷെയ്ഖ് ഹസീന അധികാരം നേടിയെടുത്തോ അതിനുശേഷമാണ് ചെറിയ മാറ്റങ്ങൾ വന്നത്. അന്നേ പക്ഷേ ഞാൻ കൗണ്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇത് മാറുന്നത്. കാരണം ഇത് മാറുമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അപ്പുറത്ത് അതിശക്തമായിട്ടുള്ള ഒരു റിലീജിയസ് ഗ്രൂപ്പ് ഉണ്ട്, ഫണ്ടമെന്റലിസ്റ്റ് ആയ ജമാഅത്ത് ഇസ്ലാമി. എന്ത് വഴി അവർ സ്വീകരിക്കും? അവർ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ സെക്യുലറിസ്റ്റ് ആയിരിക്കും, അവിടെ വന്നു കഴിഞ്ഞാൽ അവർ ഫാസിസ്റ്റ് ആയിരിക്കും, പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ അവർ ഭീകരവാദികളായിരിക്കും, ഖത്തറിൽ പോയി കഴിഞ്ഞാൽ അവർ വളരെ മാന്യന്മാരായ കോട്ട് സ്യൂട്ട് ഇട്ട് നല്ല ഇംഗ്ലീഷ് പറയുന്ന ലോക സമാധാനത്തെ പറ്റി പുറത്ത് പറയും, ഉള്ളിൽ ഈ പറയുന്ന ഭീകര സംഘടനകൾക്കെല്ലാം ആയുധം എത്തിച്ചു കൊടുക്കുന്ന ടീംസുമായിട്ട് ലിങ്കുള്ള ആളുകളായിരിക്കും. അപ്പൊ ഇങ്ങനെ സംഭവം അവിടെയുണ്ട്, അതിനെക്കാട്ടും കൂടിയ സാധനം അവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വന്ന് ആ സമയത്താണ് ഈ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ 1-2 പട്ടാള അട്ടിമറികൾ നടന്നിട്ടുണ്ട്. അതൊക്കെ അവർ അടിച്ചമർത്തുകയായിരുന്നു. പക്ഷേ ഇത് അധികകാലം ഇങ്ങനെ പോയില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ രാജ്യത്തിൻ്റെ ഒരു സിസ്റ്റത്തിൽ ആ രീതിയിൽ
ഈ പട്ടാള ഭരണ ഷെയ്ഖ് മുജീബുർ റഹ്മാന് ശേഷം ഈ രീതിയിലുള്ള മതാധിപത്യം, അന്യമതത്തോട് വിദ്വേഷമുള്ള മതാധിപത്യം വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ ഇന്ത്യയിലെ ഒരേ ഒരു മറ്റു ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ഒരേ ഒരു ഹിന്ദു രാജ്യം എന്ന് പറയുന്ന മതരാജ്യമായത് ട്രാവൻകൂർ. ഒരു മതരാജ്യം തന്നെയായിരുന്നു. മറ്റു പല സ്ഥലങ്ങളിലും മറ്റു മതങ്ങളുടെയും മറ്റു പൊളിറ്റിക്കലായിട്ടുള്ള കടന്നുകയറ്റങ്ങളുടെ തിരുവിതാംകൂർ താരതമ്യേന ആരുടെയും അതിൻ്റെ ഒരു ചരിത്രത്തിൽ ആരുടെയും കടന്നുകയറ്റം മറ്റാരെങ്കിലും സ്വാധീനം ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള അതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് എന്ന് വെച്ചാൽ എല്ലാ കാലഘട്ടത്തിലും ഹിന്ദുയിസത്തിൽ അധിഷ്ഠിതമായിരുന്നു. അപ്പൊ അത് പ്രശ്നമില്ല, മതമല്ല പ്രശ്നം, അന്യമത വിദ്വേഷത്തിൽ അധിഷ്ഠിതമാകുമ്പോൾ. ഞാൻ തിരുവിതാംകൂറിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും വലിയ ഹിന്ദു രാജാവ് എന്ന് പറയുന്ന മാർത്താണ്ഡവർമ്മയാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത് ചാല കമ്പോളത്തിലൊക്കെ മുസ്ലിം കച്ചവടക്കാരെ വിളിച്ചുകൊണ്ട് താമസിപ്പിച്ചത്. അതുപോലെ ഇവിടെ തന്നെയാണ് ഈ സോക്കോൾഡ് സിറിയൻ ക്രിസ്ത്യാനികൾ ഫ്ലരിഷ് ചെയ്തത് ഈ റീജിയനിലാണ്. മനസ്സിലായില്ലേ? അപ്പൊ മതമല്ല പ്രശ്നം, അന്യമതത്തിനോട് വിദ്വേഷമുള്ള മതാധിപത്യം വരുന്നതാണ് പ്രശ്നം. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ബംഗ്ലാദേശ് നമ്മുടെ ഉള്ളിലെ ബംഗ്ലാദേശിലെ ഹിന്ദുസിന്റെ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ബുദ്ധിസ്റ്റിന്റെ, പാകിസ്ഥാനിലെ ഹിന്ദുസിന്റെ, പാകിസ്ഥാനിലെ ബുദ്ധിസ്റ്റുകളുടെ, നമ്മുടെ ഈ സബ് കോണ്ടിനിൽ അവരുടെ ആ ഒരു കരച്ചിലുണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിലൊരു പെടച്ചിലാണ്. ആ പെടച്ചിൽ ഒരു RSSകാരെ മാത്രം മനസ്സിലാക്കേണ്ട, അല്ല RSSനെ മാത്രം ബാധിക്കുന്ന പെടച്ചിലല്ല. നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ, നിങ്ങൾക്ക് ധാർമ്മിക ബോധമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മതവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെല്ലാം ആ പെടച്ചിൽ ഇങ്ങനെ ഇരച്ച് കയറണം, അത് പ്രതിഫലിക്കണം. അത് ഇവിടുത്തെ ഓടുകളിൽ പ്രതിഫലിച്ച് ഇതുപോലുള്ള വേദികളല്ല. ഇത് നമ്മളെ സോക്കോൾഡ് എന്നെ പോലുള്ള കപട ബുദ്ധിജീവികളും നിങ്ങളെപ്പോലുള്ള ശരിയായ കുറെ ബുദ്ധിജീവികളും ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ അല്ല, തെരുവുകളിൽ പ്രതിധ്വനിക്കണം. അതിലെല്ലാ മതക്കാരും വരണം. അവിടെ ഏത് ഭൂരിപക്ഷ സമുദായമാണോ ഏത് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഭീകരവാദികളാണോ അവരെ പീഡിപ്പിക്കുന്നത്, അവരുടെ നേതാക്കന്മാരെന്ന് പറയുന്നവർ അതിന്റെ മുമ്പിൽ വരണം. എങ്കിലേ ആ പെടച്ചിലുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റേതൊക്കെ ലിപ് സർവീസ് ആണ്, ഹിപ്പോക്രസി. അപ്പൊ ഹിപ്പോക്രസിക്ക് ശുദ്ധിപാടുന്നവരായി നമ്മുടെ പൊതുസമൂഹം, അത് പല രാഷ്ട്രീയ പാർട്ടികളും മാറ്റി, അതേപറ്റി ഞാൻ പറയുന്നില്ല. അപ്പൊ ബംഗ്ലാദേശിലെ ഈ വേദന ആ ഒരു പ്രദേശത്തിന്റെ മാത്രം വേദനയല്ല, അത് ലോകത്തിലെ എല്ലായിടത്തുള്ള മനുഷ്യന്റെ കഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും ഭരണകൂടങ്ങളുടെയും അതുപോലെ തന്നെ അന്യമത വിദ്വേഷം പറയുന്ന ഈ പറയുന്ന ഭീകരവാദ സംഘടനകളെയും ചൂഷണത്തിന്, അവരുടെ പീഡനത്തിന് ഇരയാകുന്ന ഓരോ മനുഷ്യന്റെയും വേദനയാണ്. നമ്മൾ ലോകസമസ്ത സുഖനോ പോകുന്നെന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാവർക്കും ബെൻസ് കാർ മേടിച്ചു കൊടുക്കാന്നല്ലല്ലോ അർത്ഥം. സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ സന്തോഷിക്കേണ്ട മനുഷ്യന്റെ രോദനം നമ്മുടെ ഓരോരുത്തരെയും രോദനമാണ്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ, അത് ഇവിടെ തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ എന്ന രീതിയിലും ഒരു മതവിശ്വാസി എന്ന രീതിയിലും എല്ലാം ഉള്ള ഒരു പൂർണ്ണമായ പരാജയമായിരിക്കും. പക്ഷേ ധാർമ്മികമായിട്ട് അത്തരം ഒരു പരാജയം നേരിടുന്ന ഒരു സമൂഹമായിട്ട്, അല്ലെങ്കിൽ അത്തരം ഒരു പരാജയത്തെ ഹിപ്പോക്രസി കൊണ്ട് മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന സമൂഹമായിട്ട് നമ്മൾ മാറി എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇപ്പം ബംഗ്ലാദേശിനെ പറ്റിയിട്ടുള്ള ഈ ഒരു കൂട്ടായ്മ ഇവിടെ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നു. എന്തുകൊണ്ട് നിക്കരാഗോയിൽ മരം മുറിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളൊന്നും ഇവിടെ കാണുന്നില്ല? ഇവിടെ വരണ്ട, മറ്റെവിടെയും കാണുന്നില്ല. ഞാൻ ഈ ബംഗ്ലാദേശിന്റെ കാര്യം പറയുന്ന സമയത്ത് എൻ്റെ ഓർമ്മയിലുള്ള, ഞാനിതിങ്ങനെ കൃത്യമായി നോക്കാറുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ ബംഗ്ലാദേശിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇവിടെയുള്ള ചില പത്രങ്ങളൊന്നും വരില്ലായിരുന്നു. പക്ഷെ അടുത്ത കാലത്ത് കുറച്ചു മുമ്പ് ബംഗ്ലാദേശ് ഏതോ ഒരു ഹിന്ദു ക്ഷേത്രം ആക്രമിക്കപ്പെട്ടത് ഇവിടെ ഉള്ള ഒരു വൈകുന്നേരം ചർച്ച നടത്തുന്ന ചില ആളുകളുടെ ചില പ്രത്യേക ചർച്ചകളുണ്ടല്ലോ, ഒരു 6 മണിക്ക് 3 ആൾ കൂടി ഞങ്ങളൊന്നും പങ്കെടുക്കുന്ന ചർച്ചകളല്ല, അവന്മാരുടെ പത്രത്തിൽ വന്നത് ഞാൻ കണ്ടു. പക്ഷെ ഇപ്പൊ അവിടെ നടക്കുന്ന ഹിന്ദു പീഡനത്തെ പറ്റി, ഇപ്പൊ നടക്കുന്ന മാസമായിട്ടുള്ള അറ്റാക്കിനെ പറ്റി ഒന്നും കാര്യമായിട്ട് കാണുന്നില്ല എന്നുള്ളത്. ഇങ്ങനെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ വന്ന് ജനാധിപത്യത്തെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ എന്നെപ്പോലുള്ള ആളുകൾ തിരിച്ചു ചോദിക്കുമല്ലോ, നിങ്ങളെന്താ അവിടെ ഒന്നും മിണ്ടാത്തത്. പക്ഷെ അത് കൺസിസ്റ്റന്റ് ആവുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബി ജെ പിന്റെ നേതാക്കന്മാർക്ക് വരെ ഈ പറയുന്ന ഇവരൊക്കെ നടത്തുന്ന ചില വേദികളിൽ പോയിട്ട്, ഈ ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, ഈ പറയുന്ന കാരക്ക എന്ന് പറഞ്ഞാൽ ഡേറ്റ്സ്, അതും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. ഇത്തരം സാധനങ്ങൾ കഴിച്ചിട്ട് ഇവന്മാരെ കെട്ടിപ്പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇവന്മാരുടെ ഉള്ളിൽ വിഷമുണ്ട്, നമുക്കറിഞ്ഞാൽ നമ്മളവിടെ പോവാതിരിക്കണം. എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പ്രശ്നം നമ്മുടെ ഒരു പൊതുസമൂഹത്തിന്റെ പ്രശ്നമായി മാറ്റാൻ പറ്റും. ഇപ്പോഴത്തെ മുനമ്പം പ്രശ്നം ഒരു പൊതുസമൂഹത്തിന്റെ പ്രശ്നമായി ഇപ്പൊ മാറിക്കഴിഞ്ഞല്ലോ. അതേപോലെ എങ്കിൽ മാത്രമാണ് നമുക്ക് കറുപ്പും വെളുപ്പും വ്യക്തമായി പുറം ലോകത്ത്
പ്രത്യക്ഷപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഈ ആട്ടും തോലിട്ട ചെന്നായ്ക്കൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവും. അവരൊരിക്കലും തിരിച്ചറിയാൻ പോയില്ല. എനിക്ക് തോന്നുന്നു ഈ കൂട്ടായ്മയേക്കാൾ ഇത്തരം കൂട്ടായ്മകൾ വിജയമാകുന്ന ഇത് പൊതുസമൂഹത്തെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ പറ്റുമ്പോഴാണ്. അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കും. എങ്കിലേ ഒരു മാറ്റം വരുള്ളൂ. ഒരു പൊതുസമൂഹത്തിന്റെ പ്രശ്നമായി ഇതെങ്ങനെ മാറ്റാൻ പറ്റും എന്ന് ആലോചിക്കണം. എനിക്കൊന്ന് അങ്ങനെ പോകുന്ന ഒരു ഘട്ടത്തിൽ അവിടെ ഡോമിനന്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ഏറ്റവും ചുരുക്കം 40% എങ്കിലും ലിബറൽ ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ട്. അവരെയും ഇതിന്റെ കൂടെ നിർത്താൻ പറ്റുമെന്നും അങ്ങനെ അവർക്കൊരു പ്രഷർ ഗ്രൂപ്പ് ആകാൻ പറ്റിയാൽ അതിന്റെ അനുരണനങ്ങൾ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഭാരത്.